ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടുള്ള മോര് കൂട്ടാനാണ്. അതിന് വേണ്ട സാധനങ്ങൾ: നന്നായി കഴുകി കട്ട് ചെയ്തിട്ടുള്ള കുമ്പളങ്ങ, ഒരു 2 കപ്പ് തൈര്, കുറച്ച് നല്ല പുളിച്ച തൈര്, ഗ്രേറ്റഡ് കോക്കനട്ട്, വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കുറച്ച് ജീരകം, ഉപ്പ്, കറിവേപ്പില, കുറച്ച് ഉലുവ, 2 റെഡ് ചില്ലി, കടുക്, കുറച്ച് എണ്ണ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കണം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, കാരണം കുമ്പളങ്ങ വെള്ളം വരുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ചില്ലി പൗഡർ, അതായത് 1 സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതിട്ടിട്ട് നമ്മളതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് വേവട്ടെ. ഇപ്പം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാൻ പോവാണ്. അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ: ഒരു സ്പൂൺ ജീരകം, 4 പച്ചമുളക്, ഇതാണ് അരയ്ക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ള തൈര് വെച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ തൈരിലാണ് തേങ്ങ അരച്ചെടുക്കാൻ പോണത്. ഇപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ തൈര് കൂട്ടി അരച്ചിട്ടുള്ള തേങ്ങയാണ്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞു. നമ്മളെപ്പോഴും തേങ്ങ ഒഴിച്ചതിന് ശേഷം അത് വല്ലാതെ തിളപ്പിക്കാൻ പാടില്ല. തേങ്ങയും തൈരും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ തിളപ്പിക്കരുത്. ഒന്ന് തിളച്ചാൽ ഓഫാക്കണം. ഇപ്പോൾ ഇത് നമുക്ക് വറുത്തിടാം. വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എണ്ണ, ചൂടായതിന് ശേഷം കുറച്ച് കടുക്, റെഡ് ചില്ലി, കുറച്ച് ഉലുവ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില. ഇപ്പോൾ നമ്മുടെ മോരും കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മളുടെ മോര് കൂട്ടാൻ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്.